Welcome to BSc Main Physics, Semester 4, 22nd lecture, Classical Mechanics. Problems, Central Force, Part 2. Semester 4, BSc Main Physics, 22nd class. These are the problems. In the previous class, we have done problem and we continue problems. This is the fifth problem in this chapter. Calculate the height of a synchronous satellite. Inside, for example, mass of Earth m is equal to 5.96 into 10 raised to 24 kilogram and radius of Earth capital R equal to 6370 kilometer. Calculate the height of a synchronous satellite. Geostationary satellite. Inside, mass of Earth capital M is 5.96 into 10 raised to 24 kilogram and radius capital R is 6370 kilometer. And in no other relation period T is 2.root of R cubed by GM. So T square is 4 pi square R cubed by GM. And here T, it is the time taken for one complete revolution of Earth on its axis. That is 24 hours. 24 hours, when we convert into second, we get 24 into 60 into 60. That is 86,400 a second. So from the above relation, we can write R cubed. R cubed is GMT square by 4 pi square. GMT square by 4 pi square. So we can find R. And you see, what is R? R is the distance from center of Earth to satellite. Small r is the distance from center of Earth to satellite, and that is actually capital R plus small h. Small r is capital R plus small h, where h is height. Height is a question. So we have to find the small r first, radius of orbit, and subtract capital R from it to find h. ഇവിടെ ഇക്വേഷനകത്ത് സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സാറ്റലൈറ്റ് ഇൻസാറ്റിലേക്കുള്ള ദൂരമാണ് സ്മോൾ ആർ. അത് ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, താഴെ കാണുന്ന എർത്ത്, മുകളിൽ കാണുന്ന സാറ്റലൈറ്റ്. ഇപ്പോൾ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ആണ്. അപ്പോൾ സ്മോൾ ആർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ആർ കുറച്ചാൽ 6370 കുറച്ചാൽ നമുക്ക് സ്മോൾ എച്ച് കിട്ടും. അതാണ് ഹൈറ്റ് ഓഫ് സാറ്റലൈറ്റ്. നിങ്ങൾ ഓർക്കണം, ഇൻസാറ്റിൻ്റെ അല്ലെങ്കിൽ ഇത്തരം സിങ്ക്രോണസ് സാറ്റലൈറ്റിൻ്റെ ഹൈറ്റ് 36,000 കിലോമീറ്ററാണ്. 36,000 കിലോമീറ്ററിന് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഈ പ്രോബ്ലം കിട്ടിയാൽ ഉത്തരം നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. 36,000 കിലോമീറ്റർ ആണെന്നുള്ളത്. അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എക്സാക്റ്റ് വാല്യൂ നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടും. അപ്പോൾ ഓർത്തിരുന്നാൽ 36,000 എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഈ ആർ ക്യൂബിയുടെ GMT സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ എഴുതി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. യൂസ് ചെയ്ത വാല്യൂസ് G 6.67 into 10 raised to minus 11, M 5.96 into 10 raised to 24, and T square 86,400 square by 4 pi square, 4 into 3.14 square. That is R cubed 7.44 into 10 raised to 22. Therefore R is cube root of, root not the cube root of 7.44 into 10 raised to 22. Cube root you find using calculator. We get 42,075 into 10 raised to 3 or 4.2075 into 10 raised to 7 എന്ന് കിട്ടും. ആ 10 raised to 3 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. സോ വി ക്യാൻ റൈറ്റ് 43,075 കിലോമീറ്റർ. 40,075 കിലോമീറ്റർ എന്ന് കിട്ടും. എന്ത്? സ്മോൾ ആർ ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച്. Therefore height of satellite h is equal to small r minus capital R. 42,075 minus 6370. 42,075 minus 6370. That will become 35,705 kilometer. This is the answer. This is the height of the INSAT, or height of synchronous satellite of Earth. അപ്പോൾ അത് ഓർത്തിരിക്കുന്ന എളുപ്പം നോക്കിയ സൈഡ് നോക്കിയേ. 36,000 36,000. അപ്പോൾ 35,705 കറക്റ്റ് ചെയ്യുമ്പോൾ 36 കിട്ടുമല്ലോ. 36,000. അപ്പോൾ ഒരു സിങ്ക്രോണസ് സാറ്റലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ഹൈറ്റ് 35,705 കിലോമീറ്ററാണ്. അതിന് പീരീഡ് 24 hour ആണ് എന്ന് ഓർക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ, ഹാലി കോമറ്റ് ഹാസ് എ ഹാലിസ് കോമറ്റ്, നിങ്ങൾ കേട്ട് കാണാം, ഹാലിസ് കോമറ്റ് ഹാസ് എ പീരീഡ് ഓഫ് 75 years, അതായത് 75 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കാണുന്നതാണ് ഹാലിസ് കോമറ്റ്. ഫോമിലുള്ളവർക്ക് 75 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു പുരുഷായുസിൽ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നത് 2 ടൈമിൽ മാത്രമാണ്. അതിൽ കൂടുതൽ പ്രാവശ്യം ഹാലിസ് കോമറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഹാലിസ് കോമറ്റ് വരുന്നത് അസ്ട്രോണമേഴ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് 75 years കഴിഞ്ഞാൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് കാണാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഹാലിസ് കോമറ്റ് ഹാസ് എ പീരീഡ് ഓഫ് 75 years in an elliptical orbit around the sun. Its closest distance to the sun is 8.9 into 10⁹ meter. What's the largest distance, farthest? What is the largest distance from the sun? Given that the radius of Earth orbit is, not Earth orbit is 1.5 into 10⁻11 meter. അപ്പോൾ ഇത് ഓർബിറ്റ് എർത്ത് സൺ ഡിസ്റ്റൻസ് ആണ്. അത് 1.49 ആണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ 1.5 എന്നാണ് തന്നിരിക്കുന്നത്. 1.5 into 10⁻11 meter അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ പടത്തിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. സണ്ണാണ് ഫോക്കസിൽ, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഹാലിസ് കോമറ്റ് ആണ് ആ HC എന്ന് എഴുതിയിരിക്കുന്നത്, ഹാലിസ് കോമറ്റ്. അപ്പോൾ അതിൻ്റെ പീരീഡാണ് 75 years. എങ്കിൽ നമ്മൾ ഈ ആക്സിനെ നമ്മൾ സെമി മേജർ ആക്സിസ് ഭാഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണമെന്നില്ല. ഇവിടെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് R1 R2 ആണ്. അപ്പോൾ ഒരു ദൂരമുണ്ട്. രണ്ടാമത്തെ ഫാർദസ്റ്റ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് പിന്നെ കെപ്ലേഴ്സ് തേർഡ് ലോ അപ്ലൈ ചെയ്യാം. T cubed is proportional to A cubed. So Halley's comet we can write the period T1 square proportional to A1 cubed എന്ന് എഴുതാം. ആ A1 cubed എന്ന് പറയുന്നത് ഹാലിസ് കോമറ്റിൻ്റെ, ആ A1 എന്ന് പറയുന്നത് ഹാലിസ് കോമറ്റിൻ്റെ സെമി മേജർ ആക്സിസ് ആണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഫോർ എർത്തും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് സൂര്യനെ ചുറ്റി കറങ്ങുന്നത് നിങ്ങൾക്കറിയാം. ഫോർ എർത്ത് T2 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A2 ക്യൂബ്ഡ്. T2 എർത്തിൻ്റെ പീരീഡാണ്. അത് 365.25 days, 365.25 ദിവസം, ഒരു വർഷം. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ ഈസ് A1 by A2 ക്യൂബ്ഡ് എന്ന് കിട്ടും. അപ്പോൾ A1 ക്യൂബ്ഡ് നമുക്ക് ഹാലിസ് കോമറ്റിൻ്റെ സെമി മേജർ ആക്സിസ് ഹയസ്റ്റ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A1 ക്യൂബ്ഡ് ഈസ് T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ ഇൻറ്റു A2 ക്യൂബ്ഡ്. എർത്തിൻ്റെ A2 എന്ന് പറഞ്ഞാൽ അത് സർക്കുലർ ഓർബിറ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് എടുത്താൽ മതി, അല്ലാതെ സെമി മേജർ ആക്സിസ് എടുക്കേണ്ട കാര്യമില്ല, അത് തന്നിട്ടില്ല. അപ്പോൾ A2 എന്നുള്ളത് നമ്മൾ എർത്തിൻ്റെ സർക്കുലർ ഓർബിറ്റ് റേഡിയസ് എടുക്കുകയാണ്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ T1 ഹാലിസ് കോമറ്റ് പീരീഡ് 75, T2 എർത്ത് പീരീഡ് 1 year. ഇയറായിട്ട് തന്നെ ഇട്ടാൽ മതി, കാരണം ഇത് റേഷ്യോ ആണ്. 75/1 സ്ക്വയർ ഇൻറ്റു 1.5 ഇൻറ്റു 10⁻11 സ്ക്വയർ, ദാറ്റ് ഈസ് 1.89 ഇൻറ്റു 10⁻37 meter. ഇതാണ് സെമി മേജർ ആക്സിസ് ഹാലിസ് കോമറ്റിൻ്റെ. നമുക്ക് ഫാർദസ്റ്റ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A1 നമുക്ക് കിട്ടി 2.67 ഇൻറ്റു 10⁻12 meter. ബട്ട് 2A1 എന്ന് വെച്ചാൽ 2A ആണ്. സെമി മേജർ ആക്സിസ് രണ്ട് വശം കൂട്ടുമ്പോൾ ആകെ അകലം കിട്ടുമല്ലോ. അത് R1+R2 ആണ്. ഇവിടെ പെരിഹീലിയൻ ഡിസ്റ്റൻസ് ആണ്, അതിന് സമ്മാണ്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ്, റിമോട്ടസ്റ്റ് ദൂരം. അപ്പോൾ R1 is 2A minus R2. ഏതാണ് നമുക്ക് കിട്ടിയ ഉത്തരം? 2 ഇൻറ്റു 2.67 ഇൻറ്റു 10⁻12. പിന്നെ R2 എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അത് 8.9 ഇൻറ്റു 10⁻10 എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പിന്നെ വാല്യൂ കൊടുക്കണം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.34 ഇൻറ്റു 10⁻12 മൈനസ് 8.9 ഇൻറ്റു 10⁻10. അത് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടേമിൻ്റെ പവർ 12 എടുക്കണം. 12 ആക്കുമ്പോൾ 0.089 ഇൻറ്റു 10⁻12 കൊടുക്കാം. 0.089 ഇൻറ്റു 10⁻12 കൊടുക്കണം. ആ പവർ സെയിം ആകുമ്പോൾ കുറക്കാൻ എളുപ്പമുണ്ട്. ആ പവർ കോൺഫാക്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 5.25 ഇൻറ്റു 10⁻12 meter എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ആൻസർ. ഇറ്റ് ഈസ് ദി ഫാർദസ്റ്റ് ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യം. A planet moves with a velocity v in an elliptical path in the inverse square law of force
show that v square is equal to k by m into 2 by r minus 1 by a. v square കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോക്കിയേ, a planet moves with the velocity v ആണ്. Velocity v in an elliptical path in the inverse square of force, central force. Show that velocity square is k by m into 2 by r minus 1 by a. For elliptical motion under inverse square of force, the total energy of the planet is given by, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, E is equal to minus k by 2a, where k is equal to gmm. അങ്ങനെ ഇക്വേഷൻ പഠിക്കുന്നതാണ്. gmm by 2 എന്ന് കിട്ടും. അത് അതിൻ്റെ എനർജിയുടെ ഇക്വേഷനാണ്. ടോട്ടൽ എനർജി ഈസ് k മൈനസ് v. k ആണ് ടോട്ടൽ എനർജി ഇത് കൈനറ്റിക് എനർജി ടി കൈനറ്റിക് എനർജിയാണ്. ഇ മൈനസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ടോട്ടൽ എനർജിയാണ് മൈനസ് k by 2a. പിന്നെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ മൈനസ് k by r ആണല്ലോ. അപ്പോൾ മൈനസ് v ആകുമ്പോൾ പ്ലസ് k by r വരും. കൈനറ്റിക് എനർജിക്ക് ടിക്ക് പകരം നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് കൊടുക്കുക. ഹാഫ് എം വെലോസിറ്റി സ്ക്വയർ ഇസ് മൈനസ് k by 2a പ്ലസ് k by r. k പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 1 by 2a പ്ലസ് 1 by r. therefore v സ്ക്വയർ കാണുമ്പോൾ നമുക്കിവിടെ 2 മുന്നോട്ട് വരും, m താഴോട്ട് വരും. 2k by m ഇൻറ്റു മൈനസ് 1 by 2a പ്ലസ് 1 by r. അവിടെ നമുക്കൊരു ഓർഡർ പറയുമ്പോൾ 2 അത്ര ഗുണിക്കണം. 2 അത്ര ഗുണിച്ചിട്ട് പ്ലസ് ടൈം ആദ്യം എഴുതണം. അപ്പോൾ k by m 2 by r മൈനസ് 1 by a. 2 വെട്ടിപ്പോയിട്ടാണ് അങ്ങനെ വരുന്നത്. ദാറ്റ് ഈസ് ദി ആൻസർ. ദാറ്റ് ഈസ് ദി വെലോസിറ്റി സ്ക്വയർ. നെക്സ്റ്റ് പ്രോബ്ലം. The eccentricity of the Earth's orbit is 0.0167. Calculate the ratio of maximum and the minimum speeds of the Earth in this orbit. The eccentricity, അത് എപ്സിലോൺ എന്നുള്ളതാണ് സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. The eccentricity of the Earth's orbit is 0.0167. Calculate the ratio of the maximum and minimum speeds of the Earth in this orbit. അപ്പോൾ ഇവിടെ നമ്മൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കാണിച്ചിരിക്കുന്നു. എസ് ഇസ് സൺ, പി ഇസ് ദി പ്ലാനറ്റ്, എ ആൻഡ് ബി ആർ 2 turning points, r1 and r2 are the 2 distances, v1 is the velocity at b, v2 is the velocity at a. We have r1 in terms of epsilon. Epsilon is eccentricity. r1 is L by 1 minus epsilon. ഇത് നമ്മൾ ആ കോണി സെക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ഡെറിവേഷനകത്ത് ഇടയ്ക്ക് ആ റിലേഷൻ എഴുതുകയാണ്. r1 is L by 1 minus epsilon, where L is the semi-lattice rectum. r2 is L by 1 plus epsilon, minimum distance. r1 maximum distance. അപ്പോൾ നമ്മൾ r1 by r2 കണ്ടുപിടിക്കുകയാണ്. r1 by r2 is equal to 1 plus epsilon by 1 minus epsilon. വെട്ടിപ്പോയിട്ട് പിന്നെ ഒരു എലിപ്റ്റിക്കൽ മോഷനിൽ, പ്ലാനറ്ററി മോഷനിലെ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അതുകൊണ്ട് പറയാം m1 mvr is a constant. m1 v1 r1 is mv2 r2. ആംഗുലാർ മൊമെൻറ്റം എക്സ്പ്രഷനാണ് mvr എന്ന് പറയുന്നത്. mv1 r1 is mv2 r2. ഒരേ വസ്തുവാണല്ലോ കറങ്ങുന്നത്. ദാറ്റ് ഈസ് v1 by v2 is equal to r2 by r1 is equal to മുകളിലത്തെ ഇക്വേഷൻ കൊടുക്കണം. മുകളിൽ r1 by r2 ഉണ്ട്. അപ്പോൾ ഇവിടെ r2 by r1 കൊടുക്കുമ്പോൾ 1 minus epsilon by 1 plus epsilon. That is 1 minus 0.0167 by 1 plus 0.0167. That is, അത് മറിച്ച് പറഞ്ഞാൽ എന്ത് കിട്ടും? മറിച്ച് പറഞ്ഞാൽ v2 by v1 1.0167 by 0.9833 1.034 answer. That is the velocity ratio. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രൂപത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക്. The minimum and maximum velocities of a satellite are v1 and v2 respectively prove that the eccentricity of the orbit is given by epsilon is v2 minus v1 by v1 plus v2. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയ കാര്യം അങ്ങ് റിപ്പീറ്റ് ചെയ്യുകയാണ്. തൊട്ട് മുകളിൽ ആ പ്രോബ്ലത്തിൻ്റെ ആൻസറിലൂടെ എഴുതുകയാണ്. We have v1 by v2 is r2 by r1 1 minus epsilon by 1 plus epsilon.
അവിടെ തൊട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ V1/V2 ഈസ് 1 + ε/1 - ε. അപ്പോൾ അതിന് പിന്നെ നമുക്കൊരു കമ്പോണൻറ്റ് ആൻഡ് ഡിവിഡൻറ്റ് ഉണ്ടല്ലോ. കമ്പോണൻറ്റ് ആൻഡ് ഡിവിഡൻറ്റ് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഉള്ള മെത്തേഡ്, if A/B is equal to C+D/C - D, then A+B/A - B is equal to C/D. അങ്ങനെ ഒരു കമ്പോണൻറ്റോ ആയിട്ട് ഡിവിഡൻറ്റോ ഉണ്ട്. കമ്പോണൻറ്റ് ആൻഡ് ഡിവിഡൻറ്റോ, കമ്പോണൻസ് ആൻഡ് ഡിവിഡൻസ്. if A/B is equal to C+D/C - D, then A+B/A - B is C/D. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് V2, ബിയുടെ സ്ഥാനത്ത് V1, അങ്ങനെ സിയുടെ സ്ഥാനത്ത് 1, ഡിയുടെ സ്ഥാനത്ത് എപ്സിലോൺ വിചാരിച്ചാൽ V2 + V1/V2 - V1 is 1/ε എന്ന് പറയും. നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അത് റെസിപ്രോക്കൽ പറയുമ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു V2 - V1/V1 + V2 or V2 + V1. ആൻസർ. In the next class, that is all. In the next class also, we continue some problem. There are a number of problems from this chapter, and you can expect one problem from this. That is all for the time being. Thank you very much.